ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നര. കാലം തെറ്റിയെത്തുന്ന നര, അകാല നര. ഇങ്ങനെ ഈ ഒരു നരയെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽ ഹെയർ ഡൈ മുടിയിൽ തേക്കാറുണ്ട്. ഇത് ക്രമേണ നമ്മുടെ മുടിയും അതുപോലെ തന്നെ തലയ്ക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് ഹെയർ ഡൈ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നും ഒരു ഹെയർ ഡൈ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാണാത്തവർ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പച്ചിലക്കൂട്ടാണ്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറിവേപ്പിൻ്റെ ഇല, പനിക്കൂർക്ക, തുളസിയുടെ ഇല. ഇതാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത്. കറിവേപ്പിൻ്റെ ഇല നമുക്കറിയാം മുടിയുടെ പിഗ്മെൻ്റ് ഉൽപ്പാദനമൊക്കെ കളർ നൽകുന്ന ഒന്നാണ്. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകുന്ന ഒന്നാണ് കറിവേപ്പിൻ്റെ ഇല. പിഗ്മെൻ്റ് ഉൽപ്പാദനം കൂട്ടി മുടിക്ക് നല്ല പോലെ തന്നെ കറുപ്പ് നിറം നൽകും. അതുപോലെ തന്നെ മുടി നല്ല കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ തുളസിയിലുള്ള ഒരു കണ്ടൻറ്റ് നമ്മുടെ തലയിലുണ്ടാവുന്ന താരൻ, ചൊറിച്ചിൽ, പേന് ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തുളസി ചെടി. പിന്നെ പനിക്കൂർക്ക നമ്മുടെ നരച്ച മുടി കറുപ്പാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ തലനീരക്കും ജലദോഷമൊന്നും ഇല്ലാതെ ഈ ഒരു ഹെയർ ഡൈ നല്ല സെറ്റായിട്ട് കിട്ടാനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പനിക്കൂർക്ക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂണോളം കരിഞ്ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ. ചായപ്പൊടി നല്ല കടുപ്പത്ത് തന്നെ ഏകദേശം നമ്മളൊരു 3 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. നമ്മൾ തിളപ്പിച്ച് നല്ല പോലെ തന്നെ വറ്റിച്ചെടുക്കണം. ഈ ഒരു കരിഞ്ജീരകത്തിലെയും അതുപോലെ തന്നെ ചായപ്പൊടിയിലെയും സത്ത് നമുക്ക് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിട്ടണം. നമുക്കറിയാം കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമല്ല. മരണമല്ലാത്തതിനൊക്കെ ഉള്ള മരുന്നാണെന്ന് നമുക്കറിയാം. പ്രവാചകൻ മുഹമ്മദ് നബി വരെ കരിഞ്ജീരകത്തെക്കുറിച്ച് പറഞ്ഞ വചനങ്ങളാണ്. അത്രയും ഉള്ള ഒരു മരുന്ന് തന്നെയാണ് കരിഞ്ജീരകം നമ്മളെ മുടി നല്ല പോലെ വളരാനും അതുപോലെ തന്നെ നമ്മുടെ മുടി നരക്കാണ്ട് കറുപ്പ് കളറിൽ നിലനിർത്താൻ വേണ്ടിയിട്ടും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് കരിഞ്ജീരകം വളരെ നല്ലതാണ്. ഇനി ഇത് നമ്മൾ തിളച്ച് വറ്റിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അളവൊന്നും അറിയില്ല എങ്കിൽ കൂടിയിട്ട് നമുക്കറിയാമല്ലോ ഏകദേശം അത് തിളച്ച് വരുമ്പോൾ. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് നമ്മളിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം ഇതിൻ്റെ ഒരു കറുപ്പ് കളർ കണ്ടോ, ഇത്രയും കറുപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹെയർ ഡൈ അല്ലാതെ നമ്മൾ ഈ ഒരു കരിഞ്ജീരകവും ചായപ്പൊടിയും കൂടി തിളപ്പിച്ചത് ഇതുപോലെ ഉണ്ടാക്കി നമ്മുടെ തലയിലൊക്കെ ഇടയ്ക്ക് തേച്ച് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല പോലെ തന്നെ വളരും കേട്ടോ. ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലാണ്ട് നമുക്കിത് തലയിലൊക്കെ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കണ്ടോ നമ്മൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉണ്ടാക്കാം. നമ്മളിത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് മുടിയുള്ളവർക്കൊക്കെ അതിനനുസരിച്ച് നമുക്ക് അളവ് കൂട്ടി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്. നമ്മൾ ഏത് ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് നീലാമരിയുടെ പൊടിയാണ് കേട്ടോ. നീലാമരി നമ്മുടെ നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നരക്കാണ്ടിരിക്കാനൊക്കെ നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ഹെയർ ഡൈ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി നമ്മുടെ നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് നെല്ലിക്കാപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. നമുക്കറിയാം എണ്ണയൊക്കെ കാച്ചുമ്പോൾ നമ്മൾ ഒഴിവാക്കാത്തൊരു സാധനമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നെല്ലിക്കയുടെ പൊടിയും അതുപോലെ തന്നെ നീലാമരിയുടെ പൊടി. ഇനി ഈ ഒരു മിക്സിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഈ ഇലക്കൂട്ട്, അത് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് വെള്ളം അധികമായിട്ട് വരും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എത്രത്തോളം ഇത് കട്ടിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാലോ. നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാക്കുക. ആവശ്യമാണെന്നുണ്ടെങ്കിൽ
പിന്നെ കുറച്ചുകൂടി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിതാ കുറച്ചുകൂടി നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമുക്ക് അരിച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ തലയിലുള്ള നരച്ച മുടിയൊക്കെ ക്രമേണ കറുത്ത കളറിലേക്ക് വരും. അതുപോലെ തന്നെ കുറച്ച് നരയൊക്കെ വരുന്നവർക്ക് ബാക്കി നരക്കാണ്ട് നല്ല കറുപ്പ് കളറിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ഇത് നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒരു ഓവർനൈറ്റ് സൂക്ഷിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മൾ അടച്ച് ഒരു ഓവർനൈറ്റ് ഇതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്കിതാ നല്ല പോലെ തന്നെ കറുപ്പ് കളർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ തവണ തേച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുടി നല്ലപോലെ വളരും. മാത്രമല്ല നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹെയർ ഡൈ നമുക്ക് മതി കേട്ടോ. പിന്നെ നമ്മൾ മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇത്രത്തോളം മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മുട്ടത്തോട് വെച്ചിട്ടുള്ള ഒരുപാട് യൂസ് നമ്മൾ കാണിച്ചതാണ്. ഈ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പല്ലിയുടെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പാറ്റയുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ മുട്ടത്തോടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കർപ്പൂരം കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് എവിടേക്കാണോ വരുന്നത് അവിടെയൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ പല്ലി മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടത്തോട് ഇതുപോലെ വെച്ചാലും പല്ലിയുടെ ശല്യം നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കർപ്പൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ കർപ്പൂരം കൂടി പൊടിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ നമുക്ക് പാറ്റയുടെയും പല്ലിയുടെയും ശല്യം ഉണ്ടോ അവിടെയൊക്കെ ഇതുപോലെ മുട്ടത്തോട് വെച്ച് കൊടുത്താൽ മതി. നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്